അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്നത്തെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ എഡ്ജസ് ഓഫ് ദ വേൾഡിലേക്കാണ് റിയാദ്, സൗദി അറേബ്യ. റിയാദിൽ നിന്ന് ഒരു ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് പോകാൻ 20 കിലോമീറ്റർ ദൂരവും കാണും. പിന്നെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ജ്യൂസും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. കാരണം അങ്ങോട്ടേക്ക് ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് ഇതൊക്കെ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ ഇതെല്ലാം കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇൻഡിവിജ്വലായിട്ട് പോകാറ് അതായിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. കാരണം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. പോകുന്ന വഴിക്ക് കുറച്ച് ക്യാമൽസിനെയും ഈന്തപ്പന ഫാംസും ഒക്കെ കണ്ടു. അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷം ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. അവിടെ ചെന്നപ്പോഴേക്കും കൂടുതലും മലയാളി ഫാമിലീസ് ആയിരുന്നു. പെരുന്നാളായതുകൊണ്ട് എല്ലാവർക്കും ലീവാണല്ലോ. ഞങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റും ഒക്കെ കാണാൻ പറ്റി. ആ വണ്ടി ഇട്ട പ്ലേസിൽ നിന്ന് നമുക്ക് ആ പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നേരം നടക്കാനുണ്ട്. മലയൊക്കെ കയറുന്നൊരു ഫീലിംഗ് ആണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ പ്ലേസ് ആയിരുന്നു. ബട്ട് അതിൻ്റെ കൂടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. അവിടെ ബോർഡ് തന്നെ വെച്ചേക്കുന്ന ഡേഞ്ചറസ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ തന്നെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ട് വല്ലതും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. കൊക്കയിലോട്ടൊക്കെ വീഴുന്ന മാതിരി പോലെ ആയിരിക്കും. കാരണം അവിടെ കൂടുതലും നമ്മൾ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനോ ഗൈഡ്സോ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സോ ഒന്നും തന്നെയില്ല. ആ കാണുന്നതാണ് എഡ്ജസ് ഓഫ് ദ വേൾഡ് ഓർ എഡ്ജസ് ഓഫ് ദ പോയിന്റ്. ഭൂമിയുടെ അറ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഒരു സ്ഥലമാണിത്. പണ്ട് ഈ സ്ഥലം കടലിൻ്റെ അടിയിലായിരുന്നു. ചെങ്കടൽ ഇറങ്ങിപ്പോയേ എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. കുറേ സ്റ്റോൺസൊക്കെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബെസ്റ്റ് ടൈം ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ പോയിന്റ് ഈസ് അറ്റ് സൺറൈസ് ഓർ സൺസെറ്റ്. ഇത് നടന്നു പോകുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ പോയിട്ട് ഫുള്ള് വ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.